അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചധികം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സർവൈവൽ ആയിട്ടും അല്ലാതെയും ഒക്കെ. തീർച്ചയായിട്ടും നമ്മളൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് പോകുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ചധികം കാര്യങ്ങളാണ്. എമർജൻസി ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ പുതിയതായിട്ട് നൈഫ് മേടിച്ചു, എനിക്കത് ഇതാണ് സംഭവം. അപ്പോൾ അത് കൂടാതെ തന്നെ ഒരു മൾട്ടി ഫങ്ഷണൽ ഫോർക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് കൂടെ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് രണ്ടിൻ്റെ അൺപാക്കിംഗ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ക്യാമ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് പോകുന്ന സമയത്ത് കയ്യിൽ കരുതുന്ന കുറച്ച് ക്യാമ്പിംഗ് എക്യുപ്മെന്റ്സ് ലൈക്ക് നൈഫ് പോലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പാക്കറ്റ് അൺബോക്സ് നോക്കാം. ഇതിന് കൂടെ ഒരു ചെറിയ ബെൽറ്റ് പൗച്ച് വരുന്നുണ്ട്. നമുക്കിത് അതിനകത്തേക്ക് ഇട്ടിട്ട് കൊള്ളാം, ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ബെൽറ്റിലോ കാര്യങ്ങളൊക്കെ തൂക്കി ഇടണമെങ്കിൽ ഏകദേശം $10 താഴെയാണ് എനിക്കിത് കിട്ടിയത്. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഓപ്ഷനാണ്, ഡീസൻറ്റ് ക്വാളിറ്റി സാധനമാണ് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അത്യാവശ്യം നല്ല മൂർച്ചയുണ്ട്. നമുക്കിതൊരു പേപ്പർ വെച്ചിട്ട് നോക്കാം. സോ വെരി ഷാർപ്പ്, കൊള്ളാം. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് ഇത് വെച്ച് തന്നെ പൊട്ടിക്കാം. ഇതാണ് നമ്മുടെ ഒരു മൾട്ടി ഫങ്ഷണൽ ക്യാമ്പിംഗ് ടൂൾ. അതാണ് സംഭവം. ഇവിടെ ഒരു പൗച്ച് വരുന്നുണ്ട്, ബെൽറ്റ് പൗച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ആക്ച്വലി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക് സ്പൂണും ഒരേ സമയം ഫോർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കൊള്ളാം. കത്തിയുണ്ട്. നമ്മൾ ഇത് വെച്ച് കഴിക്കും, വെച്ച് മുറിക്കും. ഇത് പൊടിഞ്ഞു പോരുന്നത് എന്താണെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനിത് ഷോപ്പിൽ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇങ്ങനെയായിരിക്കും എൻ്റെ ഫംഗ്ഷൻ. ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇത് വെച്ച് കഴിക്കുന്നു, കൂടാതെ ഇത് വെച്ചിരിക്കും ഇതാക്കുന്നു. അല്ല, സോ 2 പീസാണ് സംഭവം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കത്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ മുറിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവം. ഈ സെറ്റിൽ വരുന്നത് ഒരു ബിയർ ഓപ്പണർ വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു കോർക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഇങ്ങനെയാണ് ഇത് വരുന്നത്. പോരാ, മറ്റതുപോലെ അത്ര ഷാർപ്പല്ല സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഞാൻ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ മേടിച്ചാണ്. അത്യാവശ്യം ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഷെൽ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ധാരാളം, രണ്ടാമത് ജസ്റ്റ് ഒരു സ്കെയിലും ഇത് എപ്പോഴും നമ്മൾ ബാഗിൽ ഇടുകയാണ് ചെയ്യണത്. മിക്കവാറും ഇതായിരിക്കും നേരത്തെ നമ്മൾ ഈ കാണിച്ച ഒരു നൈഫായിരിക്കും എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുക. ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പൗച്ച് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമ്മൾ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ബെൽറ്റിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഇതായിട്ടുള്ള ബെൽറ്റിൽ ഇത് ചെയ്യും. നമ്മൾ നല്ല ഫോറസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വഴി വെട്ടാനായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അടിക്കാടുകളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. കാണുമ്പോൾ ഒരു കുക്കറിയുടെ ലുക്ക് ഉണ്ടെങ്കിലും ഇതൊരു നല്ല മൂർച്ചയുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോഗ്രാംസിന് ഇത് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചേക്കണം. പിന്നെ മൂർച്ച കൂട്ടിയിട്ടില്ല. സോ അതുകൊണ്ടിട്ടായിരിക്കും. പക്ഷേ ഭയങ്കര മൂർച്ചയാണ്. എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ അടിക്കാട് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഇത് കണ്ടു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ ഞാൻ അന്ന് മേടിച്ചാണ്. അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം $60 അടുത്തോ മറ്റോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. ഈ ഒരു സെറ്റായിട്ട് കിട്ടുന്നത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇത് ജസ്റ്റ് $10 താഴെയായിരുന്നു ഇത് വന്നത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച മൾട്ടി ഫങ്ഷണൽ ഇതും ആ സ്പൂൺ സെറ്റില്ലേ, ഈ സംഭവം
ഇതിനും ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി $6 മറ്റോ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, വില പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു $15 മറ്റോ ആയിരുന്നു തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഒന്നാമത് ഇതിൻ്റെ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല മൂർച്ചയുണ്ട്, അത്യാവശ്യം എല്ലാ പ്രോഗ്രാമിനും കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവമാണ്. ബട്ട് ഇത് കുറച്ചുകൂടെ ഇതാണ്, നമുക്ക് മടക്കി വെക്കാൻ പറ്റില്ലെങ്കിലും നല്ല മൂർച്ചയാണ്, അതേപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ട്രഡീഷണൽ ലുക്ക് ഉണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് പോകുന്ന ഫോറസ്റ്റിൽ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്യാമ്പ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള ജസ്റ്റ് പുല്ലൊക്കെ ചെത്തി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സംഭവമാണിത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, കാണാൻ ഒരു ലുക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഞാനത് ഓർക്കുന്നില്ല. ഇതും അപ്രോക്സിമേറ്റ്ലി ഒരു $15 അടുത്ത് ഇതിന് പ്രൈസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ബാഗിൽ വെക്കും എന്ന് പറയുമ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ, കാരണം നമ്മൾ ഏതെങ്കിലും ക്യാമ്പിംഗ് സൈറ്റിൽ ചെന്നിട്ടായിരിക്കും നമുക്കിത് ആവശ്യം വരും. അതുവരെ നമ്മളിത് കൊണ്ടുപോകുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു റബ്ബറിൻ്റെ ഇതുണ്ട്, അതെനിക്ക് തോന്നുന്നു ബാഗിലുണ്ടാവും. അത് വെച്ചിട്ടാണ് ഇത് ബാഗിലിടുക, ബാഗിൻ്റെ അടുത്തിട്ട് എവിടെയെങ്കിലും ഇടും. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുപോലെ സംഭവം കയ്യിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും നമുക്കതിന് പേപ്പേഴ്സ് ഉണ്ട്. ഇവന്തോ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും നമ്മളിത് പബ്ലിക് കൂടുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഇത് പബ്ലിക്കലി യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവന്തോ സ്കൗട്ട്സിന് എനിക്ക് തോന്നുന്നു NCC പോലുള്ള ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലാത്തൊരു സമയത്ത് കത്തിയൊക്കെ വെച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളൊരു ക്യാമ്പിംഗ് ഇതിനകത്താണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ യൂറോപ്പിൽ, കാനഡയിലായിക്കോട്ടെ, US-ലായിക്കോട്ടെ, അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ജസ്റ്റ് പെട്ടിയിൽ വെച്ച് ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ പേടിയാവും. സോ നമ്മളത് കൊണ്ടുപോയില്ല. നമ്മൾ എവിടെയാണ് ക്യാമ്പിംഗ് സൈറ്റ് ഉള്ളത് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തിനുള്ളിലേക്ക് കയറിയിട്ട് മാത്രമാണ് ഈ പറയുന്ന എക്യുപ്മെന്റ്സ് എല്ലാം